വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. അനന്തരം ചില കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കൊണ്ടും അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് അല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവന് അവിടെ നിരൂപണം പറഞ്ഞ് അവരോട് പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിരിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിന്തിരിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പയെ വളർന്നു കളവാൻ നീ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോടിവിടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ളതായ ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചെയ്ത ഫലവും ചെയ്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 7-ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കുന്ന വേദഭാഗം വീണ്ടും വായിച്ചിരിക്കുന്നു. സന്ധ്യയ്ക്ക് വായിക്കാൻ വേദവായന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് 10-12-30-37 വരെയാണ്. അതിന്റെ പശ്ചാത്തലം എന്തെന്നറിയാൻ വേണ്ടിയാണ് 22 മുതൽ വായിച്ചു കേൾപ്പിച്ചത്. നമുക്ക് ഈ തിരുവചനത്തിൽ നിന്ന് കർത്താവിനോട് ചേരുന്നത് എങ്ങനെയാ, കർത്താവിനോട് അനുകൂലമാകുന്ന എങ്ങനെയാ, കർത്താവിനോട് പ്രതികൂലമാകുന്നൊക്കെയും പഠിക്കുവാൻ ഈ വേദഭാഗം നമുക്ക് സഹായകരമാണ്. ഏതാനും മിനിറ്റ് നമ്മൾ ഇരിക്കുകയാണ്. ഈ സമയം കർത്താവിനോട് ചേർക്കാത്തവൻ അവനിൽ നിന്ന് അനേകരെ ചെതറിക്കുന്നു എന്ന് പറയും. ഈ വിഷയം ഇന്നലെ പഠിച്ചു തുടങ്ങി. ഇന്നലത്തെ സന്ദേശങ്ങൾ കാസറ്റിലൂടെ നിങ്ങൾ കേട്ടു, റെക്കോർഡിൽ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ നിലവാരം എന്താ? നമ്മൾ യേശുവിനോട് ചേരുന്നവരാണോ, ചേർക്കുന്നവരാണോ? യേശുവിൽ നിന്ന് ആരെങ്കിലും അകത്തുന്നവരാണോ, ചെതറിക്കുന്നവരാണോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് കാലസമ്പൂർണതയിൽ യേശുവിൽ ഒന്നായി തീരുവാനുള്ള പിതാവിന്റെ പദ്ധതിയിൽ നമ്മൾ വിജയിക്കുമോ? നമ്മൾ എത്രത്തോളം വിജയിച്ചു? അതോ നമ്മൾ ചെതറി നാശത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിലാകുമോ എന്ന് പരിശോധിക്കാൻ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ഈ 7-ാം ആഴ്ച നമുക്ക് പിതാക്കന്മാർ വേർതിരിച്ച് തന്നിരിക്കുകയാണ്. യേശുവിനോട് ചേരുക എന്നുള്ള കാര്യത്തിന്റെ അർത്ഥം വിശദീകരിച്ച് പഠിക്കുവാൻ്റെ പല വേദഭാഗങ്ങൾ നമ്മൾ ഇണചേർത്ത് പഠിക്കുകയായിരുന്നു. ഇന്നലത്തെ പഠനം ഇന്ന് തുടരുവാൻ തക്കവണ്ണം ഇന്ന് ചില പുതിയ ഇടവാക്യങ്ങൾ നമുക്ക് കർത്താവ് തരുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് ചേരുന്നതെന്നും എപ്പോഴാണ് ചിതറിക്കുന്നതെന്നുള്ളതായ കാര്യം അതിന് മുമ്പും അതിന്റെ പിൻപും നടന്ന സംഭവങ്ങൾ കൂടെ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. യേശു ലോകത്തെ രക്ഷിക്കാനാണ് വന്നതെങ്കിലും
എല്ലാവരെയും രക്ഷിക്കാനാണ് താൻ ആഗ്രഹിച്ചതെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടില്ല എന്നുള്ളത് വലിയ സത്യമാണ്. അതിന് അവരവർ തന്നെയാണ് ഉത്തരവാദി. യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഇടതുഭാഗത്തെ കള്ളൻ പാതാളത്തിലേക്ക് പോയി, വലതുഭാഗത്തെ കള്ളൻ പർദീസായിലേക്ക് പോയി. കർത്താവ് അവരോട് നേരിട്ടൊന്നും പറഞ്ഞുമില്ല. കർത്താവിന്റെ കുരിശിൽ കിടന്നുള്ളതായ പ്രതികരണങ്ങൾ, പ്രാർത്ഥന പ്രതികരണങ്ങൾ, തന്റെ ധർമ്മനിർവഹണം, ഇതെല്ലാം കണ്ടപ്പോഴാണ് വലതുവശത്തെ കള്ളനെ ഇവന്റെ രാജാവാണ്, ഇവൻ രക്ഷകനാണ്, അവനെ ഇവന്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയുന്ന പ്രാണപ്രിയനാണ്, പ്രാണനാഥനാണെന്നൊക്കെയും വെളിപ്പെടുകയായിരുന്നു. അത് വെളിപ്പാടിലൂടെ കിട്ടിയിട്ടാണ് ആ വിശ്വാസം ഉണ്ടായത്. അപ്പോൾ ആ പ്രാണനാഥനായ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ അവൻ ആരാണെന്നും അവൻ എന്തിനാണ് നമ്മളെ സമീപിക്കുന്നതെന്നൊക്കെയുള്ള വെളിപ്പാട് കിട്ടിയെങ്കിലേ ആൾ വിശ്വസിച്ച് ആളിനോട് ചേരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇടവും വലവുമായത് രണ്ടുപേരെ കിടക്കുന്നു. 3 പേരും ഒരേ അനുഭവം, 3 പേരും കുരിശിലാണ് കിടക്കുന്നത്. പക്ഷേ ഇടതുവശത്തെ കള്ളന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഈ യേശുവിനെ പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. പക്ഷെ വലതുവശത്തെ കള്ളന് ഈ യേശുവിനെ മനസ്സിലാകുന്നു. ആ വലതുവശത്തെ കള്ളൻ ഇടതുവശത്തെ കള്ളനെ ശാസിക്കുന്നു. കർത്താവ് നടക്കുക കിടന്നുകൊണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. അവന്റെ പ്രാർത്ഥന കേട്ട് അവനെയും കൊണ്ടാണ് യേശു പർദീസായി പോയെന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ യേശുവിന്റെ കൂടെ കുരിശിൽ മരിച്ച ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഒരാൾ പാതാളത്തിലേക്ക് പോയി. അതിന് അവൻ തന്നെയാണ് ഉത്തരവാദി. അവന്റെ ചിന്താഗതികൾ, അവന്റെ വിധികൾ, അവന്റെ വർത്തമാനം. യേശുവിനെ പരിഹസിച്ചുകൊണ്ട് ഇടതുവശത്തെ കള്ളൻ അവന്റെ അന്ത്യനിമിഷങ്ങൾ പാതാളത്തിലേക്ക് പോയി. യേശുവിനെ അഭിനന്ദിച്ചുകൊണ്ട് രാജാവായി അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി പർദീസായിലേക്ക് കയറിപ്പോയി. ഇത് ഓരോ ദിവസവും നടക്കേണ്ട സംഭവമാണ്. ഈ യേശുവിനെ പോലെ നമ്മൾ കള്ളന്മാരുടെ മധ്യത്തിൽ നമ്മുടെ പ്രാണനെ കളയേണ്ടി വരും. പക്ഷെങ്കിൽ അത് യേശുവിന് വേണ്ടിയാണ് കളയുന്നെങ്കിൽ നമുക്ക് പർദീസായിലേക്ക് പോവാം. ഇടതുവശത്തെ വലതുവശത്തെ കള്ളനെ അനുഭവം നോക്കുകയാണ് വരാം. യേശുവിനെ പോലെ കുരിശിക്കപ്പെടുന്നവരുടെ ഇടത്തും വലത്തുമായി തീരാൻ സാധ്യതയുണ്ട്. ആ കുരിശിക്കപ്പെടുന്നയാൾ യേശുവിന് വേണ്ടിയാണ് അത് ചെയ്യുന്നെങ്കിൽ വലതുവശത്തെ കള്ളനെ പോലെ നമുക്ക് ആളിന്റെ കൂടെ പർദീസായി കയറാം. യേശുവിനോട് ചേരാനുള്ള വഴിയാ പറഞ്ഞ്. യേശുവിന് ചിതറാനുള്ള വഴിയും യേശുവിനോട് ചേരാനുള്ള വഴിയുമാണ് ഈ രംഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവഹിതപ്രകാരമുള്ള കുരിശു സഹിക്കൽ, കഷ്ടം സഹിക്കൽ, പിതാവിനെ പ്രാണനെ ഏൽപ്പിക്കുവാൻ അത് വളരെ സഹായകരമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. പിതാവേ, എന്റെ പ്രാണനെ ഇത് അതിന്റെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യേശു മാതൃക കാണിച്ചു. കന്യമറിയാമിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയതായ പ്രാണൻ, കന്യമറിയാമിൽ നിന്ന് എടുത്തതായ ആ ശരീരം, ഇതാ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി കാൽവറിയിൽ തകർക്കപ്പെടുന്നു. അവസാനത്തുള്ള രക്തം വരെ കൊടുത്തിട്ട് പറയുന്നു, നിവൃത്തിയായി, ഇതാ എന്റെ പ്രാണനെ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ പ്രാണൻ പർദീസായിലേക്ക് പോയ വഴിക്കാണ് ഈ കള്ളനും കൂടെ കയറിപ്പോയത്. അങ്ങനെ കുരിശെടുത്ത് പർദീസായി പോകുന്നതോടെ കൂടെ കൂടിയാൽ, അവരോട് ചേർന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താമെന്നുള്ളൊരു പാടോടെ പഠിക്കുന്നു. കള്ളനൊന്നും ചെയ്തില്ല. അവനതൊരു കട്ടും പൊട്ടിച്ച് നടന്നവനാണെങ്കിലും അവന്റെ നാക്കാണ് അവനെ രക്ഷിച്ചത്. ഇന്നത്തെ വേദഭാഗം പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ആ പ്രവചനം കാൽവറി ക്രൂശിൽ 2 പേരുടെ ജീവിതത്തിൽ 2 പേര് അന്വർത്ഥമായത്. വലതുഭാഗത്തെ കള്ളന്റെ വാക്കുകളും പ്രാർത്ഥനകളും അവനെ പർദീസായിലേക്ക് ആനയിച്ചു. ഇടതുവശത്തെ കള്ളന്റെ വാക്കുകളും അവന്റെ മനോഭാവവും അവനെ പാതാളത്തിലേക്ക് ആനയിച്ചു. 3 പേരും കടന്നത് ഒരേ സ്ഥലത്ത് കുരിശുകളിൽ തന്നെയാണ്. ഇങ്ങനെ 3 തരം കുരിശുകൾ എല്ലാ ദിവസവും ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ കുരിശുകളുടെ മധ്യത്തിൽ യേശുവിനെ നോക്കി യേശുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാണനെ യേശുവിനോട് ചേർക്കുന്നുണ്ടോ? അത് ഇടതുവശത്തെ കള്ളനെ പോലെ നമുക്ക് കഷ്ടത വരുത്തിയ സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട്, നമ്മളിവിടെ കഷ്ടപ്പെടുന്നവരെ ചീത്ത വിളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് നമ്മൾ പാതാളത്തിലേക്ക് നമ്മുടെ പ്രാണനെ ചിതറിച്ചു കളയുകയാണ്. അപ്പോൾ പ്രാണൻ പാതാളത്തിലേക്ക് ചിതറുന്നപ്പോൾ നമ്മുടെ പ്രാണൻ പർദീസായിലേക്ക് യേശുവിനോടുകൂടെ ചേർന്ന് പോകുന്നത് എങ്ങനെ എന്ന് പഠിക്കുവാൻ യേശുവിന്റെ കാൽവറി മല വളരെ സഹായകരമാണ്. ആ കാൽവറി മല തന്നെയാണ് ഈ ത്രിനോസം. എല്ലാ ആരാധനസ്ഥലത്തും കുരിശു വെച്ചിരിക്കുന്നതിന്റെ കാര്യം ഇത് പഠിപ്പിക്കാനാണ്. നിന്റെ പ്രാണൻ ഒന്നീ പാതാളത്തിൽ പോകല്ലേ, അല്ലെ പർദീസായി പോകും. അവിടെ ഒരു കുരിശ് വെച്ചിരിക്കുന്നു, ഇവിടെ ഒരെണ്ണം വെച്ചിരിക്കുന്നു, അവിടെ വെച്ചിരിക്കുന്നു. ഈ തോണത്തിലെല്ലാം കുരിശുകളാണ്. നിങ്ങൾ കയറി വന്ന കുരിശിന്റെ ചോട്ടിൽ കൂടെയാണ്.
രണ്ട് വാതിലിൽ രണ്ട് ഗേറ്റിലും കുരിശ് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലുണ്ട് കുരിശ്, ആ കെട്ടിടത്തിന്റെ മുകളിലുണ്ട്. ഇവിടെ എല്ലാം 8-9 കുരിശായിരിക്കുന്നു. ഇവിടെ എല്ലാം ഈ 3 പേരെയും നിങ്ങൾ കാണണം. എല്ലാ കുരിശിന്റെയും കുരിശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇടതുവശത്തെ കള്ളനെയും വലതുവശത്തെ കള്ളനെ യേശുവിനെയും കാണണം. 3 പേരും കുരിശല്ല കിടക്കുന്നു. നമ്മൾ ഏത് കുരിശും കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്? ഇപ്പൊ നമ്മൾ ഏത് കുരിശിന്റെ ചുവട്ടില്ല? യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ചെന്ന മാതാവിന്റെ പ്രാണൻ ആ കൂടെ പർദീസായി കയറി, യോഹന്നാന്റെ പ്രാണനും കയറി, മഗ്ദലമറിയത്തിന്റെ പ്രാണനും പർദീസായിലോട്ട് കയറി എന്ന് അവർ യേശുവിന്റെ കൂടെ നിന്നതേ ഉള്ളൂ. അപ്പൊ യേശുവിന്റെ കൂടെ കുരിശ് വഹിച്ച് മരിച്ച പ്രാണന്റെ ആ വലതുവശത്തെ കള്ളന്റെ പ്രാണൻ പർദീസായിൽ യേശുവിനോട് ചേർന്നു. എന്നാൽ യേശുവിനെ കുരിശിച്ച ഒരു കൂട്ടരുടെ പ്രാണൻ ഇടതുവശത്തെ കള്ളന്റെ കൂടെ പാതാളത്തിലും പോയി. ഇതെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലായി ചരിത്രത്തിൽ സംഭവിച്ച യേശുവിന്റെ ക്രൂശാരോഹണവും ക്രൂശുമരണവും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും തുടരുകയാണ്. ഇതിന്റെ കണക്കാണ് സ്വയപരിശോധന സഹായിയിൽ നിങ്ങളുടെ പ്രാണൻ എത്ര ശതമാനം യേശുവിലായി എന്ന ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എല്ലാ ദിവസത്തെയും പ്രാണൻ വേർതിരിച്ച് ഓരോ പ്രാണക്കുട്ടികളായി യേശുവിനോടോ പിശാചിനോടോ ചേർന്നുകൊണ്ടിരിക്കുന്നു. പിശാചിനോട് ചേരുന്നത് പാതാളത്തിൽ, യേശുവിനോട് ചേരുന്നത് പർദീസായിലും സ്വർഗത്തിലും എത്തിച്ചേരുന്നു. ഇതിലേതാണ് നമ്മുടെ അവസ്ഥ എന്ന് പരിശോധിക്കാൻ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ദിവസങ്ങൾ പിതാക്കന്മാർ വേർതിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ വാക്കിനും ന്യായവിധിയുണ്ട്. നമ്മുടെ ഓരോ വാക്കും വിശ്വാസത്തിൽ നിന്നല്ലെങ്കിൽ അത് പാപമാണെന്നാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണെന്നുള്ള ഒരു വാക്യം പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇടതുവശത്തെ കള്ളന്റെ വാക്കുകൾ അവിശ്വാസത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ഉണ്ടായതാണ്. ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ, പരിഹാസം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് ഇടതുവശത്തെ കള്ളന്റെ വാക്കുകൾ. അത് അവനെ പാതാളത്തിലെത്തിച്ചു. വലതുവശത്തെ കള്ളന്റെ വാക്കുകൾ വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടായത്. യേശുവിന്റെ പ്രതികരണങ്ങൾ, യേശുവിന്റെ പ്രാർത്ഥന, യേശുവിന്റെ കുരിശിന്റെ ചോട് നിൽക്കുന്നവരുള്ള മനോഭാവം, അതാണ് വലതുവശത്തെ കള്ളനെ മാനസാന്തരപ്പെടുത്തിയത്. അപ്പോൾ നമ്മളുടെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നേരെയുള്ള പ്രതികരണങ്ങൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തെ നമ്മുടെ മുഖഭാവം, അപ്പോഴത്തെ നമ്മുടെ വാക്കുകൾ, ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നു. നമ്മുടെ കുരിശിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ആരെയും പർദീസേക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റോമാലേഖനം 14 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സകലതും വിശ്വാസത്തിൽ നിന്നായിരിക്കണം. വിശ്വാസത്തിന്റെ പുറകിൽ വെളിപ്പാടുണ്ടായിരിക്കണം. ആ വെളിപ്പാട് പരിശുദ്ധാത്മാവ് തരുന്നതുമാണ്. നമ്മൾ ആരെക്കുറിച്ച് സംസാരിച്ചാലും എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും ആരോട് സംസാരിച്ചാലും അത് വിശ്വാസത്തിൽ നിന്നായിരിക്കണം. വിശ്വാസവും സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ കൃപയുപ്പുള്ള വാക്കല്ലെങ്കിൽ അത് നമ്മുടെ വാക്ക് തന്നെ നമ്മളെ പാതാളത്തിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വാക്കിന് സമാധാനത്തിന്റെ ദൈവസ്നേഹാഗ്നിയുടെ തീയിൽ നിന്ന് ഉപ്പ് കിട്ടുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിന്റെ 49-50 വാക്യങ്ങളിലുണ്ട്. നമ്മൾ ആരോട് സംസാരിക്കുന്നതിന് മുമ്പും എന്തു സംസാരിക്കുന്നതിന് മുമ്പും അതിനു മുമ്പ് ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു ദൈവസ്നേഹമുണ്ട്. വലതുവശത്തെ കള്ളന്റെ വാക്കിൽ ഇത് മൂന്നുമുണ്ട്: വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. ഈ കുരിശിക്കപ്പെട്ട് കിടക്കുന്നവൻ രാജാവാണ്. അവൻ ദൈവരാജ്യത്തിന്റെ രാജാവാണ്. അവൻ ഇപ്പോൾ ഇവിടെ മനുഷ്യജാതിയുടെ പാപശാഖങ്ങൾ വഹിച്ച് കൊല്ലപ്പെടുന്നത് ഇവന് വേണ്ടിയും കൂടിയാണ്. ഇവൻ ഇനിയും രാജ്യത്വം പ്രാപിച്ച് വരും. അതാണ് പ്രത്യാശ. ഇവന് ഞാൻ നഗ്നനായി കിടക്കുന്നെങ്കിലും, മുറിവേറ്റ് കിടക്കുന്നെങ്കിലും, നിന്ദ്യതനായി കിടക്കുന്നെങ്കിലും, ആർക്കുവനെ വേണ്ടെങ്കിലും ഇവൻ രാജാവായി വരാനിരിക്കുന്നവനാണെന്ന് ആരവനോട് പറഞ്ഞു? വർത്തവാത്തെ കള്ളനോട് എല്ലാവരും പോയി പറഞ്ഞോ? അതാണ് വെളിപ്പാടെന്ന് പറയും. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും പ്രാർത്ഥിക്കാമെങ്കിൽ, നിരീക്ഷിക്കാമെങ്കിൽ സത്യം വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട്. വലതുവശത്തെ കള്ളന് ആ വെളിപ്പാട് ലഭിച്ചു. ഇവൻ രാജാവാണ്, ഇവൻ വരുന്ന വലിയ പ്രാഭവത്തോടെ രാജാവായി വരാനിരിക്കുന്ന രാജാവ് തന്നെയാണ്. പക്ഷെങ്കിൽ അതുകൊണ്ട് ഈ കുരിശ് എനിക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഒരു അപേക്ഷ നടത്തി. ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണം, ഒറ്റവാക്കേ ഉള്ളൂ. അങ്ങനെ അവൻ വരുമെന്നുള്ള വിശ്വാസം, ആ അവനോടുള്ള സ്നേഹമാണ് ആ അപേക്ഷ അവിടെ സമർപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അതാണ് നിലനിൽക്കുന്നത്.
1 Corinthians 13 നിലനിൽക്കുന്ന 3 സമ്പത്തുണ്ടെങ്കിൽ അത് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമാണ്. ബാക്കി എല്ലാം പോകുന്നതാണ്. അത് മാത്രമേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ ഒക്കുള്ളൂ. ഈ ഭൂമിയിൽ ഈ 3 സമ്പത്ത് മാത്രമേ സ്വർഗത്തിലെ ബാങ്കിലിടാൻ കൊള്ളുകയുള്ളൂ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളെയും വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയോടെ കാണും. വലത്തുവശത്തെ കള്ളന്റെ ആ വാക്കിനകത്ത് ഇത് 3 ഉണ്ട്. ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താ അവന്റെ ആശ? ഇവൻ രാജാവ് വരുമ്പോൾ ഒരിക്കലും ആ രാജ്യത്തിൽ ഞാനും അവിടെ വേണം. ആ പ്രത്യാശയാണ് അവനെ ആ പ്രാർത്ഥനയെല്ലാം പ്രേരിപ്പിച്ചു. ഇവൻ ആ രാജ്യത്തിൽ ആളെ കയറ്റുന്ന ആളാണ്. ഈ രാജ്യത്ത് ഒരു ബുക്കിംഗ് എന്ന് നടത്തി, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കോ എന്ന് പറഞ്ഞത്. അതിൽ വിശ്വാസത്തിന്റെ നിർവചനം അതിനകത്തുണ്ട്. ആശിക്കുന്നതിന്റെ ഉറപ്പെ കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ദൈവരാജ്യവും കണ്ടിട്ടില്ല, ഇവൻ രണ്ടാമത് വരുമെന്നുള്ള കാര്യവും കണ്ടിട്ടില്ല. അവന്റെ ഒരു ആശയാണ്. ഇത്ര നീതിമാനായ ഒരാൾ കഷ്ടം സഹിച്ചിട്ടും കുരിശു സഹിച്ചിട്ടും ഒരു നിന്നാവാക്കോ ഒരു വിറുവിറുപ്പോ ഒന്നുമില്ല. പിതാവിന്റെ ഇഷ്ടത്തിന് മാത്രം കീഴടങ്ങുന്നു. തല്ലുകൊണ്ടും മുഖം കുത്തി വീണും കലങ്ങി കിടക്കുന്ന കണ്ണുകൊണ്ട് തുറന്നാണ് അമ്മയെ കാണുന്നത്. എന്തൊരു നീതിയാ! നമുക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമ്മൾ കണ്ണടിച്ച് ഓടിച്ച് നമുക്ക് കിടക്കും. വല്ലവരെ നോക്കുവോ, വല്ല ശ്രദ്ധിക്കുവോ, വല്ല ജോലി ചെയ്യുവോ? കർത്താവിത കുരിശ കിടന്നിട്ട് ജോലി തന്നെ ചെയ്യുക. കൈയും കാലും കാണിയിലാണെങ്കിലും തനിക്ക് ചലിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒറ്റ അവയവം കണ്ണ, അതും തല്ലിപ്പൊളിഞ്ഞ് കിടക്കുക, കലങ്ങി കിടക്കുക. ആ കണ്ണുകൊണ്ടാണ് കണ്ണു തുറന്ന് ഈ മാതാവിനെയും ഈ മകനെയും ഈ താഴെ നിൽക്കുന്നവരെയും എഴുത്തുമെഴുത്തുള്ള കള്ളന്മാരെയൊക്കെ കണ്ടു. ആ ധർമ്മം നിർവഹിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു മകനെയും മകന്റെ അമ്മയും കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് തന്റെ ധർമ്മം നിർവഹിച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചു. അതാ വലത്തുവശത്തെ കാണാൻ ഇരുത്തി ചിന്തിപ്പിച്ചു, കിടത്തി ചിന്തിപ്പിച്ചു. അവന്റെ ഹൃദയത്തിൽ അത് ആഞ്ഞു കയറി. ഇവൻ രാജാവാണല്ലോ, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തേക്കാം. പ്രാർത്ഥനയെന്ന് ഫയൽ ചെയ്തു, അപേക്ഷ കൊടുത്തു, അത് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര അവസരം നമുക്ക് കൈവിട്ടു പോയി. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ യേശുവിനെ പോലെ കുരിശ് വഹിച്ചുകൊണ്ട് നടക്കുന്ന, കുരിശ് കിടക്കുന്ന അനേകരുണ്ട്. നമുക്ക് തിരിച്ചറിയാത്തില്ലെന്ന് മാത്രം നമ്മൾ അവരോട് ചാർലിക്കാൻ കൂടുകയാണോ? ഈ യേശുവിനെ പോലെ ദൈവവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ യേശു 30 വയസ്സ് വരെ തിന്മയത്തിൽ നമ്മെ തീർക്കാൻ പ്രായമാകുന്നവർ ധൈര്യം കൊണ്ട് വിജയിച്ചു. ഇവനെന്റെ പ്രിയപുത്രനാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. പിശാചിനെ തോപ്പിച്ചു. ദൈവാത്മാവ് പറഞ്ഞപ്പോൾ ഒരു വേല തുടങ്ങി. പറഞ്ഞ വേലയെല്ലാം പൂർത്തീകരിച്ച് അങ്ങ് ദൈവേഷം മാത്രം ചെയ്ത ഒരാളിനെയാണ് ഭൂതമെന്ന് വിളിച്ചിഞ്ഞപ്പോൾ കർത്താവ് ഊമനായ ഒരാളെ സുഖപ്പെടുത്തിയപ്പോൾ എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം നമ്മളിന്ന് കേട്ടു. 22-ാം വാക്യത്തിൽ മത്തായി 12:22 അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതക്കസനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കിയപ്പോൾ യഹൂദന്മാർ പറയുന്നത് ഇത് മന്ത്രവാദമാണ്, പിശാചിന്റെ പിശാചിനെ കൊണ്ടാണെന്നാ പറയുന്നത്. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദുപുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് അവരങ്ങ് തീരുമാനിച്ചു. സംശയിക്കുന്നു എന്നല്ല പറഞ്ഞ, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ദൈവികമായ കാര്യങ്ങളെ, ദൈവാത്മാവിന്റെ വേലകളെ പിശാചിന്റേതാണെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അവർക്കൊരിക്കലും രക്ഷയില്ല, പാപക്ഷമയില്ല. അവരവരുടെ പ്രാണനെ പാതാളത്തിലേക്ക് കളയുകയാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ സത്യങ്ങളുടെ നേരെ കണ്ണടച്ചിട്ട് സത്യങ്ങളെ വിവേചിക്കാതെ അത് അസത്യമായി വിശുദ്ധമായതിനെ അശുദ്ധമായി തെറ്റിദ്ധരിച്ച് അത് പറഞ്ഞ വാക്കാണ് അവരെ ഒരിക്കലും ക്ഷമ കിട്ടാത്ത പാപികളാക്കി മാറ്റിയത്. ആ യഹൂദന്മാർ, യേശുവിനെ പരിഹസിച്ച പരീശന്മാർ ഒരിക്കലും ക്ഷമയില്ലാതെ യൂദായുടെ കൂടെ ഇപ്പോഴും കിടപ്പുണ്ട് ആളാകും. ഈ യേശുവിനെ അവർ കണ്ടതാ. യേശു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവർക്കതിലെ നല്ല വശമൊന്നും കാണാൻ കഴിഞ്ഞില്ല, അതിലെ ദൈവാത്മാവിനെ കാണാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ പദ്ധതി കാണാൻ കഴിഞ്ഞില്ല. അവരങ്ങ് അടിച്ചു വിട്ടു, ഇത് പിശാചിന്റെ പരിപാടിയാണ്. ഒരു കൂസലും ഇല്ലാതെയാ പറഞ്ഞത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇതിന് ക്ഷമയില്ല, ഈ പരിപാടിക്ക്, ഈ പറച്ചിലിന് ക്ഷമയില്ല. കാരണം പരിശുദ്ധാത്മാവിൽ ചെയ്ത ഈ കാര്യം അശുദ്ധാത്മാവിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു അർഹതയില്ലെന്നാണ് പറയുന്നത്. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അപ്പോൾ യേശു സാക്ഷ്യം പറയുകയാണ്, ഞാൻ ഭൂതത്തെ പുറത്താക്കിയ ദൈവാത്മാവിലാണ്, ദൈവരാജ്യം ഭൂമിയിൽ വന്നതുകൊണ്ടുമാണ്.
പക്ഷെ അതിനെ വളച്ചൊടിച്ച് പരീക്ഷന്മാർ പറയുന്നത് ഭൂതാത്മാവിലാണ്. അപ്പൊ ദൈവാത്മാവ് ചെയ്തൊരു കാര്യത്തെ ഭൂതാത്മാവിലാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ സ്വർഗ്ഗകോടതിയിൽ നിന്ന് വിധിയുണ്ടായി. നിന്റെ ആ വാക്കുകൊണ്ട് തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. അങ്ങനെ ഒരു കൂട്ടം. ഈ പരീക്ഷന്റെ അതേ ഇനത്തിൽപ്പെട്ടതായിരുന്നു ഈ കുരിശിക്കറിന് നിർദ്ദേശത്തെ കളഞ്ഞു. അവന് ഒരു സത്യവും കാണാൻ കഴിവില്ല, സത്യം കേൾക്കാൻ കഴിവില്ല, സത്യം കാണാൻ കഴിവില്ല, സത്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല, സത്യം അനുസരിച്ച് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ പാതാളത്തിലേക്ക് പോയി. നമ്മൾ ചെയ്ത് കൂട്ടത്തിലാണ്. ആ ഇടതുവശത്തെ കള്ളന്റെയും വലതുവശത്തെ കള്ളന്റെയും യേശുവിന്റെയും സ്ഥാനത്ത് നമ്മളാകാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണം ഇടതുവശത്തെ കള്ളന്റെ ആ ഭാഗത്തുനിന്ന് വലതുവശത്തെ കള്ളന്റെ ഭാഗത്തേക്ക് വേണം കൂറുമാറാം. എന്നിട്ട് നമുക്ക് യേശുവിന്റെ സ്ഥാനത്തേക്ക് വന്ന യേശുവിനെ പോലെ പ്രാണനെ വിട്ടിട്ട് യേശുവിനെ സാക്ഷിച്ച് ക്രിസ്തുവിനെ ദൈവത്തെ സാക്ഷിച്ച് അനേകരെ നേടിക്കൊണ്ട് വേണമെങ്കിൽ സ്വർഗത്തിലേക്കോ. ഒരു നീതിമാന്റെ മരണം വിലയേറിയതാണെന്ന് പറയാൻ കാരണം ഒരു നീതിമാന്റെ മരണസമയത്ത് ആയിരക്കണക്കിന് പ്രാണനെ നേടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഒരാളുടെ മരണസമയത്ത് വരുന്നവരുടെ എല്ലാം പ്രാണനെ അവർക്ക് കൂട്ടിക്കൊണ്ട് പർദീസായിപ്പോകാൻ സാധിക്കും. യേശു അന്ത്യശ്വാസം വലിച്ചപ്പോൾ പ്രാണനെ വിട്ടപ്പോൾ തന്റെ കൂടെ വലത്തുവശത്തെ കള്ളന്റെ പ്രാണൻ മാത്രമല്ല, താൻ ആരോടെല്ലാം പ്രസംഗം പറഞ്ഞു അവിടെയെല്ലാം പ്രാണൻ തന്റെ കയ്യിലുണ്ട്. തന്നെ ആരെല്ലാം വിശ്വസിച്ചോ, ആരെല്ലാം തന്നെ അനുഗമിച്ചോ അവരെല്ലാം പ്രാണനെ കയ്യിലെടുത്തുകൊണ്ടാണ് അപ്പച്ചന്റെ അടുത്തേക്ക് പോയത്. അപ്പച്ചന് കാഴ്ച വെച്ചു. ഇതൊന്നും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുരിശെടുത്ത് ആത്മനിറവിൽ കഷ്ടം സഹിച്ച് ഓരോ ദിവസത്തെയും കുരിശിന്റെ അനുഭവത്തിൽ പ്രാണനെ പിതാവിൽ വരവേൽപ്പിക്കുമെന്നുള്ള ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ അനേകരുടെ പ്രാണനെയും കൂടെ കൊണ്ട് കൊടുക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ വ്യാപാരം അതാണ്, ഏറ്റവും ലാഭകരമായ വ്യാപാരം അതാണ്. അങ്ങനെ യേശു തന്നെ മരണത്തിലൂടെയാണ് അതുവരെ നഷ്ടപ്പെട്ടു പോയ തന്റെ കയ്യിൽ വന്ന പ്രാണനെ പിതാവിന് കൊണ്ട് കൊടുത്തത്. അങ്ങനെ താൻ പാതാളത്തിൽ പോയി അവിടെ കൊള്ള ചെയ്ത് തൂത്തുവാരി എന്നാ പറയുന്നത്. അങ്ങനെ യേശുവിനെ വിശ്വസിച്ചവരും കാത്തിരുന്നവരും എല്ലാം പർദീസായിലായി. നമ്മുടെ കഥ എന്താണ്? നമ്മുടെ ഇന്നത്തെ പ്രാണൻ ആ പർദീസായിൽ എത്തുമോ? ഇന്ന് വേല തെളിച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സൗമ്യതയോടെ, ശാന്തതയോടെ, സാവധാനതയോടെ ദൈവാത്മാവിന്റെ ഫലങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ അനേകരുടെ പ്രാണനെ നേടിക്കൊണ്ടു പോകുമോ എന്നുള്ള കാര്യം ഇന്ന് കർത്താവിനോട് ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് യേശുവിനോട് ചേർക്കുന്നത്, യേശുവിനോട് ചേരുന്നത്, എങ്ങനെയാണ് യേശുവിൽ നിന്ന് ചെതറിപ്പോകുന്ന കാര്യം ഈ രംഗത്ത് നിന്ന് പഠിച്ചു. മാമോദീസായിലാണ് യേശുവിനോട് ചേരാൻ തുടങ്ങിയതെന്നുള്ള കാര്യം ഇന്നത്തെ സ്പെഷ്യൽ വായന റോമർ 6 മാമോദീസായുടെ എന്ന് വായിക്കുന്നതാണ്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റതെന്ന് നമ്മൾ പറയും. യേശുവിനോട് ചേരാനാണ് സ്നാനം. സഭ മാറാനോ സഭയിൽ ചേരാനോ അല്ല. നിർഭാഗ്യവശാൽ ഒരു സഭയിൽ നിന്ന് ഒരാളെ പിരിച്ചിട്ട് വേറെ സഭയിൽ ചേർക്കാൻ വേണ്ടി പുണ്യ സ്നാനം കൊടുക്കുന്ന പതിവ് കാണുന്നുണ്ട്. സ്നാനം അങ്ങനെ ഒരു സഭയിൽ നിന്ന് വിരിക്കാനും വേറെ സഭയിൽ ചേർക്കാനുമല്ല, യേശുവിനോട് ചേരാനാണ്. അതൊന്നു മതിയെന്ന പാമോചത്ത് മാമോസ ഒന്നു മതി. അപ്പോൾ ഇത് സ്നാനം യേശുവിനോട് ചേരാനും നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണെന്ന് നമ്മൾ പഠിച്ചു. ഇതാ റോമാലേഖനം 6 അധ്യായത്തിന് 1-ാം വാക്യത്തിൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും എന്റെ മരണത്തിന്റെ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ സ്നാനത്തിന്റെ അർത്ഥം യേശുവിനോട് ചേരേണ്ടത് യേശുവിന്റെ മരണത്തിലൂടെയാണ്. യേശു പാപിക്ക് വേണ്ടി മരിച്ചതുപോലെ, പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശിന്റെ അനുഭവം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും പാപശാപങ്ങൾ പരിഹരിക്കാനുള്ള കുരിശിൽ വഹിച്ചുള്ള കുരിശുമരണമാണ്. എല്ലാ ദിവസവും ഒരു ദൈവവചന മരണമുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മുടെ പ്രാണനെ കുരിശ് വഹിച്ച് യേശുവിന് വേണ്ടി കളയുകയാണെങ്കിൽ ആ പ്രാണൻ നമ്മോടൊപ്പം അനേകരുടെ പ്രാണനെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനോട് ചേർന്ന് പർദീസായിലെത്തുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ യേശുവിനോട് ചേരാൻ തുടങ്ങിയത് മാമോദീസായിലാണ്. അത് യേശുവിന്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയുമാണ്. അപ്പോൾ യേശുവിന്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ പ്രാണനാണ് യേശുവിനോട് ചേരുന്നത്. മറ്റുള്ളവർക്ക് യേശുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന സഭ ചെയ്യുന്ന പണി ഒരു കൊല്ലത്തെ പരിപാടി ഉടൻ ഇതാ യേശുവിന്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെ കാണിക്കുക, പെന്തക്കോസ്തിൽ അനുഭവം കൊടുക്കുക. അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് ഇത് പഠിപ്പിക്കുന്നു. ഓരോ കുർബാനയിലും ഇത് പഠിപ്പിക്കുന്നു. എല്ലാ ദിവസത്തെയും കുർബാനയും എല്ലാ വർഷത്തെയും സഭയുടെ നിലനിൽപ്പും യേശുവിനോട് ചേരാനും ചേർക്കാനുമാണ്. നമ്മൾ എത്ര നാളായി സഭയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുർബാന ചൊല്ലിയും അനുഭവമൊക്കെ തുടങ്ങിയിട്ട് യേശുവിനോടാണോ ചേരുന്നത് അതോ പിശാചിനോടാണോ ചേരുന്നത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ ഇടതുവശത്തെ കള്ളനെ പോലെയുള്ള നമ്മുടെ വാക്കുകൾ, പരീശന്മാരുടെ വാക്കുകൾ പോലെ നമ്മുടെ വാക്കുകൾ ഇന്നും കേസായി കിടപ്പുണ്ടെങ്കിൽ പ്രാണൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഭക്തിയും ബുദ്ധിയും ചോർത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ വാക്കും ഭക്തിയും ബുദ്ധിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു.
ഈ സാഹചര്യത്തിലാണ് സങ്കീർത്തനക്കാരന്റെ ഒരു വാക്യം വളരെ പ്രസക്തമാകുന്നത്. 54 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഇതാ ഒരു സാക്ഷ്യം പറയുന്നു. എപ്പോഴാണ് ആ സങ്കീർത്തനം എഴുതിയത്? അത് ദാവീദിന്റെ ഒരു ധ്യാനമാണ്. സീഫിയർ ചെന്ന ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചതായ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദുരാത്മബാധയുള്ള ശൗലിന്റെ പീഡനങ്ങളുടെ മധ്യത്തിൽ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുന്ന കാര്യം ശത്രു അറിഞ്ഞപ്പോൾ, ശൗലിനോട് പറഞ്ഞപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് എഴുതിയതായ സങ്കീർത്തനമാണ്. ഇങ്ങനെ ദണ്ഡന പീഡനങ്ങളുടെ മധ്യത്തിൽ യേശുവിന്റെ വല്യപ്പനായ ദാവീദും കുരിശു വഹിച്ച് നടന്നയാളാണ്. നന്മ മാത്രം ചെയ്തപ്പോൾ തിന്മ കിട്ടി. ഉപകാരം മാത്രം ചെയ്ത് രാജ്യത്തെ സംരക്ഷിച്ച ദാവീദിന് കിട്ടിയത് അസൂയയോടുകൂടിയുള്ള മുക്തം കൊണ്ടുള്ള കുത്ത്. താൻ അത് ഒഴിഞ്ഞു മാറി പല സ്ഥലത്ത് ഒളിച്ചിരുന്നു. അവിടെ അതറിഞ്ഞ് അവിടെയും പോയി കുത്താം. ഈ ഗതികേട് നമുക്ക് വരാം. ദുരാത്മബാധകൾ നമ്മളെ കുത്തി തറച്ച് വെളിയിലേക്ക് വിടും. എവിടെയും പോയി അവിടെയും വരാം കുത്താൻ. എവിടെയും പോയി ഒളിച്ചാൽ അവിടെയും വരും. അവിടെയും ഇതാണ് ദുരാത്മാവിന്റെ സ്വഭാവം. പക്ഷേ അതിന്റെ മധ്യത്തിൽ നമ്മൾ കർത്താവിനോട് ചേരുമോ? പ്രാണനെ കർത്താവിന് കൊടുക്കുമോ? അപ്പോൾ ദാവീദ് പറഞ്ഞ കാര്യമാണ്, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാണൻ യേശുവിനോട് ചേരണമെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്ങിയാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതാ ദുരാത്മബാധയിൽ ദണ്ഡന പീഡനങ്ങളുടെ മധ്യത്തിൽ ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് അഭയം പ്രാപിച്ചപ്പോൾ ആ ദാവീദിനെ സഹായിച്ചവരോടുകൂടെ ദൈവം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ദാവീദിനെ ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രാണനെ സ്വർഗത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ പ്രാണനെ സ്വർഗത്തിലെത്തിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇവിടെ ദൈവം കാണുന്ന അങ്ങനെ യേശുവിനോട് ചേരാം. അപ്പൊ രണ്ടു വിധത്തിൽ നമുക്ക് യേശുവിനോട് ചേരാം. നമ്മുടെ പ്രാണനെ യേശുവിനോട് ചേർത്തും മറ്റുള്ളവരെ യേശുവിനോട് ചേരാൻ സഹായിച്ചും ദൈവ സാന്നിധ്യം ഇമ്മാനുവേലിന്റെ കൂട്ട് നോക്കി കിട്ടുമെന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാകട്ടെ. അങ്ങനെ നമ്മുടെ പ്രാണനെ യേശുവിനോട് ചേർത്തും മറ്റുള്ളവരുടെ പ്രാണനെ പാതാളത്തിൽ പോകാതെ യേശുവിനോട് ചേർത്തും അവരുടെ കൂടെയും നമ്മുടെ കൂടെയും ഈ ദൈവം ഉണ്ടെന്നുള്ള കാര്യം ശത്രുക്കളുടെ സാക്ഷ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതയാത്ര തുടർന്ന് അങ്ങനെ ജന്മസാഫല്യം അടയുവാൻ കുരിശുകളുടെ മധ്യത്തിൽ പരീസായിലെത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലുണ്ടായ ഇടതുവശത്തെ കള്ളന്റെയും പരീക്ഷന്മാരുടെയും മനോഭാവം നമ്മളിൽ ഇനിയും ഉണ്ടാകാം. അതിനോട് യാത്ര പറയാനും നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. എന്മനമേഹോയെ വാഴ്ത്തന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞു അതിന് പ്രകാരം കർത്താവ് നമ്മുടെ പ്രാണനെ താങ്ങുവാൻ നമ്മളോടുള്ളതിന് നന്ദി പറയാം. നമ്മുടെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെ കർത്താവ് അവരെ സഹായിക്കും, അവരുടെ പ്രാണനെ തൻ്റെ ഉള്ളിലേക്ക് ചേർക്കും എന്നുള്ള കാര്യം 54-ാം സങ്കീർത്തനം നമ്മൾ കേട്ടു. നമ്മൾ പ്രാണനെക്കുറിച്ച് 54-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് കർത്താവിനോട് ചേരുന്നത്, മറ്റുള്ളവരെ എങ്ങനെ ചേർക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രാണത്താങ്ങികളാകാൻ കഴിയും. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യവും നമ്മളോടുള്ളതായ സാമീപ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മളിന്ന് പ്രാണത്താങ്ങികളാണോ, പ്രാണനെ നശിപ്പിക്കുന്നവരുടെ താങ്ങികളാണോ? പിശാച് നമ്മുടെ പ്രാണനെ അപഹരിക്കാൻ വരുന്ന കള്ളനാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം 10-ാം വാക്യത്തിൽ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കാനും വരുന്ന പ്രാണക്കള്ളനാണ് പിശാച്. എന്ന പ്രാണപ്രിയനാണ് യേശു. അവൻ സമൃദ്ധിയായ ജീവൻ തരാൻ വന്ന പ്രാണപ്രിയനാണ്. നമ്മുടെ പ്രാണന് വേണ്ടി തന്നെ ജീവൻ കളഞ്ഞതും അത് എടുത്തതുമായ അവരെ വീണ്ടെടുക്കുവാനാണ് പ്രാണപ്രിയനായ യേശു. നമ്മൾ പ്രാണപ്രിയനായ യേശുവിന്റെ പ്രാണന്റെ താങ്ങികളാണോ നമ്മൾ, അതോ പ്രാണനെ കൊല്ലുന്ന കള്ളനായ പിശാചിന്റെ താങ്ങിയാണോ? ഏതെങ്കിലും ഒരു താങ്ങികളായി നമ്മൾ ജീവിക്കേണ്ടി വരും. നമ്മൾ യേശുവിനോട് ചേർക്കുന്നവരല്ലെങ്കിൽ യേശുവിൽ നിന്ന് അനേകരെ ചെതറിക്കുന്നവരായിരിക്കും. ചെതറിയാൽ അത് പിശാചിനെ കിട്ടും. പിശാചിന്റെ കൂടെ കൂടുന്നവർ പിശാചിനെ താങ്ങുകയാണ്. നമ്മൾ ഒന്നിൽ പ്രാണത്താങ്ങികൾ അല്ലെങ്കിൽ പിശാചിന്റെ നശീകരണ വേലയിലേക്ക് താങ്ങികളായിരിക്കും. ഈ ദൃശ്യമായ താങ്ങികളുടെ പുറകിൽ അദൃശ്യമായ അനേക താങ്ങികളുണ്ട്. അതാണ് പൈശാചിക സൈന്യങ്ങൾ. ആ പൈശാചിക സൈന്യങ്ങളോട് നമ്മൾ പോരാടി അതിനെ തോൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കൂടി നമ്മളും പിശാചിന്റെ ഗണത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പിശാചുക്കളെ വൻകിട പിശാചുക്കൾ എന്ന് പറയും, ചെറിയ പിശാചുക്കളെ ചെറുകിട എന്ന് പറയും, കുഞ്ഞു പിശാചുക്കളെ തരികിട എന്ന് പറയും.
അങ്ങനെ വൻകിട, ചെറുകിട, തരികിട പിശാചുക്കളുണ്ട്, ഭൂതങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ താങ്ങിയാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ആകെ താങ്ങിയാണ് പ്രാണനെ താങ്ങുന്നവരോടെയാണെങ്കിൽ, മനുഷ്യന്റെ പ്രാണനെ താങ്ങി തലോടി ആശ്വസിപ്പിച്ച് അതിനെ യേശുവിനെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യേശുവിന്റെ പ്രീതി സമ്പാദിക്കും. യേശുവിന് നമ്മളോടെ ആയിരിക്കും. എന്റെ പ്രാണനെ താങ്ങുന്നവരുടെ ദൈവമുണ്ടെന്നാണ് ദാവീദ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പ്രാണനെ ആരെങ്കിലും താങ്ങാൻ വന്നാൽ അവരോട് യേശുവും കൂടെ വന്ന് നമ്മളെ താങ്ങി തന്റെ ഉള്ളിലാക്കും. നമ്മൾ ഏത് താങ്ങിയാണെന്നുള്ളത് തിരിച്ചറിയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ പ്രാണനെ താങ്ങുന്ന പണി നമുക്ക് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൽ നിറയാത്തവർ പ്രാണനെ താങ്ങുന്ന പണിയല്ല ചെയ്യുന്ന, പ്രാണനെ നശിപ്പിക്കുന്ന പണിയായിരിക്കും. അത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് ഏതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ശേഷിക്കുന്ന കാലം ആത്മനിറവിൽ കർത്താവെ എന്റെയും മറ്റുള്ളവരുടെയും പ്രാണനെ നിന്റെ അടുത്ത് കൊണ്ടുവരുന്ന, നിന്നോട് ചേർക്കുന്ന നിന്റെ കൂട്ടുവേലക്കാരായി തീരുവാൻ, കൂട്ടുവേലക്കാരികളാകുവാൻ ഞാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും, മഴക്കാലത്താണെങ്കിലും, പണിമുടക്കിന്റെ ദിവസമാണെങ്കിലും, വാഹന സൗകര്യമില്ലെങ്കിലും, ഇത്രയും ദിവസങ്ങളും ഇവിടെ ആരാധനയെ സംബന്ധിക്കുവാൻ അവിടുന്ന് കൊടുത്ത ശക്തിക്കായ അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ബന്ധപ്പെട്ട കുർബാനയെ സംബന്ധിക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹമുണ്ടല്ലോ. അങ്ങനെ ഇന്ന് ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ദൂരെയായിരിക്കുന്നവരെയൊക്കെ അനുഗ്രഹം അങ്ങോട്ട് കൊണ്ട് കൊടുത്തതിനെ അതിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശങ്ങൾ വെബ്സൈറ്റിലൂടെ കേട്ട് ലോകത്തിന് നാനാഭാഗങ്ങളിരിക്കുന്നവർ ഈ സന്ദേശത്തിലൂടെ പ്രാണനെ താങ്ങുന്നവരായി തീർന്ന് പ്രാണപ്രിയന്റെ പ്രാണക്കുട്ടികളായി ആ തൊഴുത്തിൽ എത്തിച്ചേർന്നവരുടെയും ഒരു തൊഴുത്തുമാവെന്ന് പറഞ്ഞ വലിയ വനം അന്വർത്ഥമാക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. രോഗികൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിലൂടെ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രോഗികളെ താങ്ങാനുള്ളതായ ബന്ധപ്പാടിൽ രോഗികൾക്ക് കൂടുതൽ കഷ്ടപ്പാട് വരുത്തുന്ന വഞ്ചനയിൽ ഞങ്ങൾ അകപ്പെട്ടു പോയെങ്കിൽ അത് ഞങ്ങളോട് ക്ഷമിക്കണം. ഇങ്ങനെ അനേക രോഗികളായും പീഡിതരായും നിന്ദിതരായും കിടക്കുമ്പോൾ ഞങ്ങൾ അവരെ താങ്ങുകയാണോ അതോ അവരെ ഞങ്ങൾ നശിപ്പിക്കുകയാണോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ച് ഞങ്ങൾ നിന്നെ താങ്ങുന്നവരോടുകൂടെ നിന്റെ പ്രാണനെ താങ്ങുന്നവരോട് മാത്രമായി ദൈവപ്രസാദവും ദൈവസാധ്യത നേടിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.